മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലം പ്രായശ്ചിത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മനിഗ്രഹത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. ഈ വരുന്ന നോമ്പുകാലം ആത്മീയമായിട്ടുള്ള ചൈതന്യത്താൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ഫലപ്രദമായി ആത്മീയ നവീകരണത്തിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുന്നതിൻ്റെ അനുഭവമായിട്ട് എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിചിന്തനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുക. ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ നോമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ആത്മീയ അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ലക്ഷ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഉപവാസവും നോമ്പുമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം, അതിൻ്റെ ഫലം എന്തായിരിക്കണം എന്നുള്ളതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് ഉപവാസം നോമ്പും എന്ന് പറയുന്നത് ജഡിക താല്പര്യങ്ങളിൽ നിന്നും ആത്മീയ കാര്യങ്ങളിലേക്കുള്ള മനസ്സിൻ്റെ ഒരു പറിച്ചു നടലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ തമ്പുരാനെ പോലെ 40 ദിവസം ഉപവസിച്ച് തമ്പുരാനെ പോലെ നമ്മളും ഉപവാസത്തിലൂടെയും തപസ്സിലൂടെയും ഒക്കെ കടന്നു പോവുക. രണ്ടാമതായിട്ട് അതിലൂടെ നമ്മൾ അടുത്തൊരു പടിയിലേക്ക് കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവരായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ അനുഷ്ഠാനങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയും ഒക്കെ ലക്ഷ്യമായിട്ടിരിക്കുക. മൂന്നാമതായിട്ട് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ ആത്മീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ജഡികമായിട്ടുള്ള നിയമങ്ങളിൽ നിന്നും ജീവാത്മാവിൻ്റെ നിയമത്തിന് നമ്മളെ തന്നെ വിധേയമാക്കുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ ഒരുക്കുക. ആ ഒരു ലക്ഷ്യം സാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് നമ്മളെ തന്നെ സ്വതന്ത്രമാക്കുക. ഇനി നമ്മൾ ഈ ഒരു റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ജഡിത പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 2, ആത്മാവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ അതുകൊണ്ടുള്ള മേന്മ എന്താണ്? ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവരുടെ മനസ്സ് ജഡിക കാര്യങ്ങളിലേക്ക് അത് വ്യാപരിക്കുന്നു, അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു, അത് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവ നിയമത്തിന് അത് കീഴ്വഴങ്ങുന്നില്ല. ദൈവത്തെ പ്രാപിക്കുവാൻ അല്ലെ പ്രസാദിപ്പിക്കുവാനും അത് തടസ്സമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആത്മാവിനെ അനുസരിക്കുന്നവർ ജീവനിലേക്കും നയിക്കപ്പെടും. അതിൻ്റെ അവസാനം സമാധാനമായിരിക്കും. ജനിത പ്രവണതകളെ ആത്മാവിനാൽ നിഹനിച്ചാൽ നമ്മൾ ജീവിക്കും, നിത്യജീവനിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ഇനി അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്നവർ ദൈവപുത്രന്മാരും ദൈവപുത്രിമാരുമാകും. അതുവഴി ദൈവത്തിൻ്റെ അവകാശികളായിട്ട് തീരും എന്ന് ലേഖനം പറയുകയാണ്. അവനോടുകൂടി ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് അവനോടൊപ്പം നാം പീഡ അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ നോമ്പുകാലത്തെ പ്രാർത്ഥനകളുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്നുള്ള നമ്മുടെ ഒരു യാത്രയാണ്. യേശു കുരിശിൻ്റെ വഴി ചെല്ലുന്നു, യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല കാര്യങ്ങൾ ഭക്ഷണ കാര്യങ്ങളാകാം, നമ്മുടെ സ്വഭാവത്തിൽ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട പല കാര്യങ്ങളാകാം, ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ തൽക്കാലം അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാകാം, തൽക്കാലത്തേക്ക് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതാകാം. എന്തുമാണെങ്കിലും അതിൻ്റെ എല്ലാം ഒരു ആത്മീയ ചൈതന്യം എന്ന് പറയുന്നത് യേശു കടന്നുപോയ ആ ഒരു പീഡാനുഭവത്തോട് ചേർന്ന് നമ്മളുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെയും നോമ്പിൻ്റെയും നമ്മുടെ ക്രിസ്തീയ ചൈതന്യത്തിലുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ അഭ്യാസങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷം യേശുവിനോടുകൂടി സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് തിരുസഭ ഓരോ വർഷവും നമുക്ക് ഇത്തരത്തിലുള്ളൊരു അവസരം തരുന്നത് തൽക്കാലം കുറച്ച് നേരത്തേക്ക് കുറേ ആത്മീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നമ്മൾ നടത്തുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നതിലുപരിയായിട്ട് ആത്യന്തികമായിട്ട് ആത്മാവിൻ്റെ രക്ഷ, നിത്യരക്ഷ തന്നെയാണ് ഈ ഒരു നോമ്പ് കാലത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുക. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ കടന്നു പോകുന്ന ആത്മീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം യേശുവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരത്തക്ക രീതിയിൽ ജഡികമായിട്ടുള്ള താല്പര്യങ്ങളിൽ നിന്നും ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങളിലേക്ക്, അല്ലെ ആത്മീയമായിട്ടുള്ള ദൈവിക താല്പര്യങ്ങളിലേക്ക് മനസ്സിനെ പറിച്ചു നടുന്ന
മനസ്സിനെ പരുവപ്പെടുത്തുന്ന ഒരവസരമായിട്ട് മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു നോമ്പുകാലം എല്ലാവർക്കും ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെയും ഒരു പുതു ചൈതന്യത്തിൻ്റെയും അനുഭവമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ശിരസ്സ് നമിച്ച് തമ്പുരാൻ്റെ അനുഗ്രഹവും കൃപയും നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെയും പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം നമ്മോടുകൂടി, നമ്മുടെ കുടുംബത്തോടുകൂടി, നമ്മുടെ തലമുറകളോടുകൂടി, കുടുംബ സമാധാനത്തോടുകൂടി എല്ലാ മേഖലകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.